ഞാൻ 5 വർഷം പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോ 5 മാസേ ഉണ്ടാവുള്ളൂ. എന്നെ അമ്മ ഭരതനാട്യം പഠിപ്പിച്ചു. ഞാൻ ഇമാജിൻ ചെയ്യായിരുന്നു. ഡാൻസ് ചെയ്യുന്ന കലാതിലകങ്ങളോടുള്ള ഇഷ്ടത്തിൽ നിന്നാണോ നവ്യ നായരോടൊക്കെ ഇഷ്ടം? പൈസ ഇട്ടിട്ട് ഓണറാവാം. ചില മുതലാളിമാർക്ക് നമ്മളെ കൂടെ വേണമെങ്കിൽ നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടിമയെ പോലെ അവൻ അടിമയായിരിക്കും അവിടെ. അവനെന്തായാലും പൈസ കിട്ടില്ല. കഴിഞ്ഞ പൈസ 10 പൈസ ഫുൾ ചീത്ത. തമിഴിന് ചീത്തയോ ചീത്ത. ട്രെയിൻ ഓടിച്ച് ഇവിടെ വരണ്ട. ഞാനല്ലേ ഇവിടെ നിന്റെ മലയാളം പടം. നമുക്ക് എത്ര പടം ഉണ്ട്? ഞാനപ്പോ അന്നേരം അവിടെ ഇല്ലേ? അവിടെ ആയിപ്പോയില്ലേ? ഞാൻ പാടി മണിക്കൂറുകളോളം പാടി. ഏത് പാട്ടായിരുന്നു? അതിലെ ടൈറ്റിൽ സോങ് കാത്ത് കാത്ത് വെച്ചൊരു ഒരു പാട്ട്. ടൈറ്റിൽ സോങ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പാട്ട് ഈ ഷാനിക്ക് തന്നെ പാടി. ആണ് പുള്ളി പാട്ടിന്റെ ഇതിലോട്ട് ലോകത്തേക്ക്. അതാണ് പുള്ളി ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സിനിമയിൽ പാടിയത് ആ പാട്ടാ. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു, അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ധ്യാൻ ശ്രീനിവാസൻ, പ്രശാന്ത് അലക്സാണ്ടർ, ഷാജോൺ ആൻഡ് ദിവ്യ പിള്ളை. വെൽക്കം. താങ്ക് യു. ID ആണ് പുതിയ വിശേഷം. ധ്യാൻ ചേട്ടാ, ഒരു കണക്കെടുക്കാറുണ്ടോ ഇത്ര സിനിമയായി എന്ന് ഓരോ സിനിമ ചെയ്യുമ്പോ? എണ്ണ എടുക്കാറുണ്ടോ? സിനിമകൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോ എന്റെ എത്രാമത്തെ സിനിമയാ അങ്ങനെ ഓർക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇല്ല, ഞാൻ ഗിന്നസിന് ട്രൈ ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറവ് സമയത്ത് എത്ര കൂടുതൽ സിനിമകൾ ചെയ്യാം ട്രൈ ചെയ്യാണ്. അവരെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഏകദേശം എത്ര കണക്കായി? എനിക്കോ ഏകദേശം ഇപ്പൊ എത്ര സിനിമയായി കാണും? ഒരു പിടിയില്ല. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എന്നോട് കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു 10-25 എണ്ണായിരുന്നു. അപ്പൊ പിന്നെ റെക്കോർഡ്. IDയിലേക്ക് വരുമ്പോ സംവിധായകൻ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞു വ്യത്യസ്ത റോളാണ് ചെയ്യുന്നത്, ഇതുവരെ ധ്യാൻ ചെയ്യാത്ത റോളാണ് എന്ന് പറഞ്ഞു. എന്താണ് ഇപ്പൊ റോള്? വ്യത്യസ്തമാണ് പറഞ്ഞ പോലെ തന്നെ. അല്ല, ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് റെലവെന്റ് ആണെന്ന് തോന്നുന്നു സബ്ജക്റ്റ്. ബിക്കോസ് നമ്മള് ഇപ്പോഴത്തെ ഡീപ് ഫേക്കിങ്ങും അല്ലെങ്കിൽ ഫേസ് വാപ്പിങ് അല്ലെങ്കിൽ ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ ഉണ്ട്. പക്ഷെ അതൊരു ഞാനും ദിവ്യം ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അതൊരു ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു കപ്പിള് എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നതാണ് ഒരു ഇഷ്യൂ. അപ്പം അതാണ് അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു, അവരതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളതാണ് ബേസിക്കലി ആ സിനിമയുടെ ഒരു ക്രക്സ്. പ്രശാന്ത് ഏട്ടാ, എന്താ റോൾ? എന്ത് റോളും ചെയ്യും. അതെ, വിളിച്ചാൽ മതി എന്ത് റോളും. എനിക്ക് തോന്നുന്നു ഇവരുടെ മെയിൻ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ വരുന്ന ഒരു സുപ്രധാന വഴിത്തിരിവിൽ കണ്ടുമുട്ടുന്ന ഏതോ ഒരു നമ്മൾ എവിടെയാ കണ്ടുമുട്ടിയത് ഓർക്കുന്നേ, ഞങ്ങൾ തമ്മിലൊരു സംഘടന ഞാൻ ഇതുവരെ ചെയ്തോണ്ടിരുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ. സംശയം കുറച്ച് കൂടുതൽ ഷാജോൺ ചേട്ടൻ എന്തോ ക്യാരക്ടർ ജോജി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നെബർ ഇവരുടെ നെയ്ബറാണ്. ധ്യാൻ്റെ ഒരു സുഹൃത്താണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂടുതലും ധ്യാനമായിട്ടായിരുന്നു കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ഉള്ളത്. ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഡബ് ചെയ്തപ്പോൾ സിനിമ കണ്ടപ്പോഴും ഒക്കെ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട് ഈ സിനിമ. ഞാനത് ധ്യാനോട് പേഴ്സണലി വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനത്തെ ഒരു ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ തന്നെയാണത്. വൈഫ് ക്യാരക്ടറാണ്. ഇതില് ഷീ ബിക്കംസ് ഈ എന്താ പറയാ പ്രേ. ഓക്കെ, ഈ വിക്ടിമായി ആവുന്ന ഒരു ഇതാണ്, സിറ്റുവേഷനാണ്.
ആൻഡ് അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, സെയിം തിങ് ലൈക്ക് യുനോ. പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും കൊണ്ടും ആ ഒരു ഹസ്ബൻഡ് വൈഫ് ഡൈനാമിക്സ് ഇതിനകത്ത് ശരിക്കും ഉണ്ട്. ഞാൻ സിനിമ പ്രിവ്യൂ കണ്ടു, ഞാൻ ഡബിങ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടു. ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് അല്ലേ? അല്ല ജയിലർ ജയിലർ ഉണ്ടായിരുന്നു. നിന്റെ ക്യാരക്ടറിന്റെ പേര് അയ്യോ മറന്നു. മലയാളം ജയിലർ ഉണ്ടായിരുന്നു. അതെ അതെ, മലയാളം ജയിലർ. തമിഴ് ജയിലർ തമിഴിലും ഉണ്ടായിരുന്നു, ഹിന്ദിയിലും ഉണ്ടായിരുന്നു. ചേട്ടാ, ഷാൻക ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, മലർവാടിയിൽ ധ്യാൻ ശ്രീനിവാസൻ എന്നൊരു സിംഗറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ നടന്നില്ല. എന്തായിരുന്നു ആ സംഭവം? എനിക്കായിരുന്നു ആഗ്രഹം, ആ ശരി. പുള്ളിക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇൻട്രൊഡ്യൂസ്ഡ് ആയില്ല ആ സിനിമ. അല്ല അത് ഞാൻ പല രീതിയിൽ, അപ്പൊ ചേട്ടൻ പാടി പല വഴി സിനിമയിൽ കയറാലോ, ഏത് വഴി എന്നുള്ളതല്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് മാമന്റെ കൂടെ കഥ പറയുമ്പോൾ അരവിന്ദനൊക്കെ ചെയ്ത് മാമന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വന്നത്. അപ്പൊ 2010 മലർവാടി. അപ്പൊ ഞാൻ ഏട്ടൻ പാട്ടാണല്ലോ ഫോളോ ചെയ്ത് പോയത്. അപ്പൊ ഞാൻ 5 വർഷം പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. താനം ദമനം 5 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ടോ? ശരി, അതൊരു പുതിയ അറിവായിരുന്നു. നോക്കുമ്പോ 5 മാസേ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്കായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പം യുവജനോത്സവത്തിന് അന്ന് ഇപ്പോഴും എനിക്കറിയില്ല എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആണ്. എന്നാലും ഭയങ്കര മത്സരമല്ലേ അന്ന്, കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് മത്സരം. അല്ലെങ്കിൽ ഇപ്പൊ ഏട്ടൻ തിലകം പ്രതിഭ ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോ ഈ പ്രതിഭ ആവണമെങ്കിൽ കുറെ ഇവന്റ്സിൽ പങ്കെടുക്കണമല്ലോ, മൾട്ടിപ്പിൾ ഇവന്റ്സിൽ പങ്കെടുക്കണം. അപ്പോ ഏട്ടനെ എന്നെയും അമ്മ ഭരതനാട്യം പഠിപ്പിച്ചു. ഞാൻ ഇമാജിൻ ചെയ്യായിരുന്നു. തിരയിലെ രൂപം വെച്ചിട്ട് ഇമാജിൻ ചെയ്യണം. ഈ രൂപം കുട്ടിയായിരുന്നപ്പോഴാ, ഇപ്പോഴല്ല, ചെറുപ്പത്തില്. ഇപ്പൊ ഉള്ള രൂപത്തിൽ ഇമാജിൻ ചെയ്യല്ലേ മോളെ. എന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മത്സരമാണ്. കാരണം ഈ ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, ഏട്ടന്റെ മാപ്പിളപ്പാട്ടിലാണ് സ്റ്റേറ്റില് ഇത് സമ്മാനം കിട്ടുന്നത്. അങ്ങനെയാണ് ഏട്ടന്റെ ആ പാട്ട് കേട്ടിട്ടാണ്. പിന്നെ ഇതിനൊക്കെ ഗ്രേസ് മാർക്കും അന്ന് മറ്റേ ഗ്രേസ് മാർക്കും അതൊക്കെ ഉണ്ട്. 50 എത്രയോ SLCക്കൊക്കെ മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പിന്നെ ലീവ് കിട്ടും, പാട്ട് പാടുന്ന കുട്ടി എന്നൊക്കെ രീതിയിൽ ഭയങ്കര ഇതൊക്കെയാ, സ്റ്റാർ ആവാലോ. അങ്ങനെ ഞാൻ ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, മലയാള പദ്യം, മറ്റേ മലയാള റെസിറ്റേഷൻ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, ഇങ്ങനെ കുറേ ഇവന്റ് പിടിക്കണം. അങ്ങനെ അമ്മ ഇതേപോലെ പറഞ്ഞു, ഇനി ഡാൻസും കൂടെ ഉണ്ടെങ്കിലേ, ആരോ പറഞ്ഞു ഡാൻസ് ഉണ്ടെങ്കിൽ ഹിറ്റ് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഏട്ടനും ഡാൻസ് പഠിച്ചു. എത്ര കാലം പഠിച്ചു? 3 ദിവസം. അങ്ങനെ ഡാൻസ് ചെയ്യുന്ന കലാതിലകങ്ങളോടുള്ള ഇഷ്ടത്തിൽ നിന്നാണോ നവ്യ നായരോടൊക്കെ ഇഷ്ടം? കാരണം ഒന്ന് ഈ ഡാൻസിന് ഒന്ന് ഡാൻസ് പഠിക്കാനുള്ള ഇതുണ്ടല്ലോ, ഇതൊന്നും പ്രതിഭ ആവാന്നുള്ള. അപ്പൊ ഈ ചേട്ടൻ ലൈറ്റ് മ്യൂസിക്കിനും ക്ലാസിക്കലിനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ എല്ലാത്തിനും 3 പേര് മത്സരിച്ചതിലും 3ാമതായിരുന്നു. അങ്ങനത്തെ ചില മത്സരങ്ങൾ ഉണ്ടാവും. കന്നഡ പദ്യം, ഉറുദു പദ്യമൊക്കെ ഉണ്ട്, അതില് വരെ 3ാമത്. പക്ഷെ സമ്മാനമൊക്കെ തരും 3ാമതാണെങ്കിലും. 3rd പ്രൈസ് അല്ലേ, 3 വരെ ഉള്ളത് സമ്മാനമൊക്കെ തരും. അപ്പം ചേട്ടൻ അങ്ങനെ വെച്ചടിച്ച് ഈ പരിപാടികൾ. അപ്പം ഏട്ടൻ അങ്ങനെ ഈ ഡാൻസ് ഇല്ലാതായപ്പോഴാണ് ഏട്ടൻ 1-2 തവണ ഈ പ്രതിഭ നഷ്ടമായത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ഇതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഏട്ടൻ പാട്ട് പാടുന്നു. പാട്ടിലൂടെയാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഞാനും വിചാരിച്ചു അതാണ് റൂട്ട്. ആദ്യം പാട്ട്, പിന്നെ പാട്ട് പാടുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ പൊതുവേ ഉണ്ടാവും. കാരണം ഞാൻ ചെന്നൈയിലൊക്കെ വന്ന സമയത്ത് ഈ ചേട്ടൻ ഈ സ്കൂൾ വാനിലൊക്കെ പോകുന്ന സമയത്ത് വിനീതിന്റെ അനിയൻ അന്ന കാലം തൊട്ട് ചോദിക്കും. ഈ ഹിന്ദി കുട്ടികളൊക്കെ പെൺപിള്ളേരൊക്കെ ചോദിക്കും, കാരണം ചേട്ടൻ ഹിന്ദി പാട്ട് പാടും. അപ്പോൾ ഈ ഹിന്ദി പാട്ട് പാടുന്നതുകൊണ്ട് തന്നെ വെറുതെ വാനിലൊക്കെ പോകുമ്പോൾ
തുജേ ദേഖാ ഇങ്ങനെയൊക്കെ പാടിക്കളയും. അപ്പൊ പെട്ടെന്ന് പേരെടുക്കാൻ പാട്ടാണ് നല്ലതെന്നുള്ളത് ഞാൻ ഷാനിക്കനോടും ഏട്ടനോടും പറഞ്ഞു, എനിക്കിങ്ങനെ പാട്ട് ചെറിയൊരു താല്പര്യമുണ്ട്, ആണോ നീ പാടുമോ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് എൻ്റെ വോയിസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ പാടി, മണിക്കൂറുകളോളം പാടി. ഏത് പാട്ടായിരുന്നു? അതിലെ ടൈറ്റിൽ സോങ് കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂ, ആ ഒരു പാട്ട് പാടി. എന്നോട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഷാനിക എന്നോട് തൊട്ടട്ടിട്ട് പറഞ്ഞു, നന്നായി പാടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നന്നായി പാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പാട്ട് പടത്തിലുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ പടം കാണാൻ വേണ്ടി ഫസ്റ്റ് ദിവസം പോയി തിയേറ്ററിൽ ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ ടൈറ്റിൽ സോങ് അന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അപ്പം പിന്നെ നമ്മൾ കാണുന്ന സിനിമയാണ് തിയേറ്ററിൽ. ടൈറ്റിൽ സോങ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാട്ട് ഈ ഷാനിക്ക് തന്നെ പാടി. അങ്ങനെയാണ് പുള്ളി പാട്ടിന്റെ ഇതിലോട്ട് ലോകത്തേക്ക് വരുന്നത്. അതാണ് പുള്ളി ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സിനിമയിൽ പാടിയത് ആ പാട്ടാണ്. എനിക്ക് തോന്നുന്നു ഷാൻ പുള്ളിയുടെ കോൺഫിഡൻസ് ആയിരുന്നു, ധ്യാനം വേണമെങ്കിൽ പിന്നെ എനിക്ക് പാടി. അതിന്റെ പ്രതികാരം ഇയാള് സംവിധാനം ചെയ്തപ്പോ അയാളെ തന്നെ മ്യൂസിക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നിങ്ങളൊക്കെ ഒരു ധ്യാൻ ചേട്ടനെ ഫസ്റ്റ് കണ്ട ഒരു ഓർമ്മ എന്തായിരിക്കും? അല്ല എന്നാലും എങ്ങനെയല്ല, ഏത് ഏജിലാ ഉണ്ടായി? അത് സിനിമയിൽ വന്നതിന് ശേഷമാണോ? അല്ല, ഈ സിനിമയിലാണ് ധ്യാൻ്റെ കൂടെ ആദ്യം ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതും ഇതിന്റെ ലൊക്കേഷൻ വെച്ച് തന്നെയാണ്. അതെ. അല്ലാതെ ഞങ്ങൾ അങ്ങനെ വേറെ പേഴ്സണലായിട്ട് വേറെ ഇവിടെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, വേറെ ഫംഗ്ഷൻ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഷൂട്ടിംഗ് തിരക്കിലല്ലേ, ഇങ്ങനെ കാണും അല്ലേ, ഏതൊരു ലൊക്കേഷനിലൊക്കെ തന്നെ കാണാം. സെറ്റുകളിൽ നിന്ന് ഓടുന്നതിന്റെ ഇടയ്ക്ക് എവിടെയും കണ്ടിട്ടില്ല. അല്ല, എല്ലാവരെയും പോലെ ഞാനും ഈ പറഞ്ഞ പോലെ ധ്യാൻ്റെ ഇന്റർവ്യൂസും ഒക്കെ കണ്ട് ഒരുപാട് ഇഷ്ടമാണ്. വിനീതിനെ പിന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ധ്യാനെ അങ്ങനെ നമുക്ക് കയ്യിൽ പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പം ഈ ലൊക്കേഷൻ വെച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇഷ്ടം കൂടി എന്നുള്ളതാണ്. കാര്യം പെട്ടെന്നൊന്നും ഒരു വൈബാണ്. നമ്മൾ പെട്ടെന്ന് നമ്മളങ്ങ് ഫ്രണ്ട്സ് ആവുക, ഒരുപാട് കാര്യങ്ങൾ പറയുക. സാധാരണ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ളവരിൽ നിന്ന് കഥകൾ കേൾക്കാനാണ് ബാക്കിയുള്ളവർ. താരതമ്യേന ജൂനിയേഴ്സ് അങ്ങനെ പറയും, നിങ്ങൾ മറ്റേ കഥ പറയുക. പക്ഷെ ഞാൻ ഫുൾ ടൈം ധ്യാൻ്റെ അടുത്തിരുന്ന് ധ്യാൻ്റെ കഥകൾ കേൾക്കുകയായിരുന്നു. കാര്യം അത് രസമാണ്. ധ്യാൻ ചില കഥകൾ പറഞ്ഞിരുന്നു, അതും നല്ല രസമായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ നമ്മളൊരു സിങ്ക് ആകുക എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് വർഷങ്ങൾ പരിചയമുള്ള ഒരാളെ പോലെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു വളരെ കുറച്ച് പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് എന്താ പറയുക കണക്റ്റ് ആവുന്ന വളരെ ചുരുക്കം ആളുകളെ കണ്ടിട്ടുള്ളൂ. നീയുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് സിങ്ക് ആയതാണ്. അപ്പൊ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക അല്ലേ, അത് ഒരു വലിയ കഴിവാണ്. അത് ശ്രീനേട്ടൻ്റെ മകനായതുകൊണ്ടുള്ളൊരു ക്വാളിറ്റിയും കൂടെ ആയിരിക്കുക. അത് സ്വയം ട്രോൾ ചെയ്യുക, അതൊക്കെ ഒരു എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ എന്തുകൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ധ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോ എല്ലാരെ പറ്റിയും ചോദിക്കണം ഈ ചോദ്യം. ധ്യാനെ പറ്റിയാണല്ലോ ഇവിടെ സംസാര വിഷയം. അപ്പൊ ധ്യാനെ പറ്റി മാത്രം പറയുന്നത് അല്ല, എനിക്ക് ഷാനിയോടൊന്നും വലിയ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പലതും ഓപ്പൺ ആയിട്ട് പറയുമ്പോ തിരിച്ച് ദിവ്യ രായനില് നല്ലൊരു റോളാ ചെയ്ത്. അതിന്റെ ചില ചെറിയ റോളാണെങ്കിൽ അതിൽ ഈ രാമായണ റെഫറൻസ് ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്, തട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞിട്ട് തമിഴ് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ധനുഷ് സാറ് ഭയങ്കര കർക്കശക്കാരനാന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെ ഒരു ഡയറക്ടറാ? ഹീസ് വെരി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആള്, ഭയങ്കര പെർട്ടിക്കുലർ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നേരത്തെ മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ചൊക്കെ സെറ്റിൽ ലൊക്കേഷനിൽ വരാൻ ഞാൻ കുറച്ച് ലേറ്റായി. ബിക്കോസ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇത് കാരണം കുറച്ചെന്ന് വെച്ചാൽ 2 മണിക്കൂർ ലേറ്റായി. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ കോസ്റ്റ്യൂം ട്രയലൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടാണ്, അത് കഴിഞ്ഞിട്ട് നേരെ ഇതിന് എൻ്റെ 5 ദിവസമായിരുന്നു പറഞ്ഞിരുന്നത്. 5 ദിവസമേ ഉള്ളൂ, ദിവ്യ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് തന്നെ. പുള്ളിയാണ് എന്നെ അപ്രോച്ച് ചെയ്തത് ആ സിനിമയ്ക്ക്, ഈ ഒരു ക്യാരക്ടറിന്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ചെയ്യാൻ കുഴപ്പമില്ല. ആൻഡ് ചെയ്തപ്പോൾ പക്ഷേ ഫസ്റ്റ് ഡേ ഐ വാസ് ഡേ. അപ്പോൾ ഞാൻ കണ്ടേക്കുന്ന ധനുഷ ഈ എന്താ പറയുക, നമ്മുടെ ആ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഭയങ്കര യെസ് മാം പ്ലീസ് സിറ്റ് ഇതൊക്കെ
സെറ്റിൽ വന്നപ്പോ you're late. I'm like, അമ്മേ. എൻ്റെ ആളെ അവിടെ ഓരോ ആക്ടേഴ്സും വേറെ ആക്ടേഴ്സ് ഉണ്ടല്ലോ അവിടെ, എല്ലാരെയും പിടിച്ചിട്ട് ഇത്രയും നീളമുള്ള സന്ദീപ് കിഷനെ ഒക്കെ പിടിച്ച് ഫുൾ ചീത്ത, തമിഴിന് ചീത്തയോ ചീത്ത. അപ്പൊ ഞാനാണെങ്കിൽ ഈശ്വര ഇനി അടുത്തത് ഇരിക്കായിരിക്കും എന്നിട്ട് ട്രെയിൻ ഓടിച്ച് ഇവിടെ വരണ്ട, ഞാനില്ലേ ഇവിടെ നിന്റെ പടം, നമുക്ക് എത്ര പടം ഉണ്ട് ഞാൻ അപ്പൊ അന്നേരം അവിടെ അല്ലേ, അവിടെ ആയിപ്പോയില്ലേ. അസോസിയേഷന്റെ കംപ്ലൈന്റ്. അയ്യോ അമ്മേ, ഞാനാണെങ്കിൽ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഡേറ്റ് ആയി എന്നുള്ള ഇതില് ദേഷ്യം ഉണ്ടായിരുന്നു ആക്ക്. വെച്ചാൽ അറിയായിരുന്നു മുഖത്തിന് ഇത്. അത് ഞാൻ പറഞ്ഞ നേരത്തെ വരണം കോസ്റ്റ്യൂം ട്രയൽ, ബിക്കോസ് അവിടെ എന്തോ കമ്മലോ അത് എന്തോ അതിന്റെ ഇതായ പുള്ളി ഭയങ്കര പെർട്ടിക്കുലർ ആണ്, ഓരോരോ കാര്യങ്ങളും വെരി അറ്റൻഷൻ ഡീറ്റെയിൽ ഭയങ്കര. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മേ ശരി ഇത്. പിന്നെ ഞാൻ മലേഷ്യയിൽ പോയി ഷൂട്ടിന്. എനിക്ക് ഏസ് എന്ന് പറഞ്ഞ വിജയ് സേതുപതി സാറിന്റെ സിനിമയുടെ ഷൂട്ട് നടന്നിരിക്കുകയാണ്. അല്ല കമ്മൽ ഇട്ടിട്ടല്ല മലേഷ്യയിൽ പോയെ, അത് കമ്മൽ ഊരി വെച്ചിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവര് വിളിച്ചപ്പോ എനിക്ക് ആകെ അയ്യോ അല്ല 2 ദിവസമേ ഷൂട്ട് ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി എന്ന് വെച്ചാൽ അവർക്ക് 2 ദിവസം കൂടെ വേണമായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പൊ അതായിരുന്നു എന്റെ എക്സ്പീരിയൻസ് ധനുഷ് സാറായിട്ട്. നല്ല എക്സ്പീരിയൻസ് പേടിച്ചായിരുന്നു ഫുൾ ടൈം. അങ്ങനെ പറയാൻ പറ്റില്ല. ഞാന് പിന്നെ എനിക്ക് ഷൂട്ട്, പിന്നെ തമിഴ് സിനിമ എന്ന് വെച്ചാൽ 100 ദിവസമൊക്കെയാണ് അവര് ഷൂട്ട് ചെയ്യണേ. 5 ദിവസം 50 ദിവസം ഉണ്ട്. നിന്റെ 5 ദിവസം 2 ദിവസം അല്ല അങ്ങനല്ല. എന്നുവെച്ചാ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ഇവരുടെ സ്കെഡ്യൂൾ എന്ന് പറയുന്ന 1 വർഷമൊക്കെയാണ് പോണത്. അപ്പോൾ അവര് ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നവംബർ ആ ഒരു രീതിയിൽ. നമ്മുടെയൊക്കെ നേരെ തിരിച്ചാട്ടോ. ഇവിടെ 30 ദിവസം എന്ന് പറഞ്ഞു 25 ദിവസത്തിന് കട്ട് ഷോട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അവര് ഒത്തിരി ദിവസം എടുക്കും ഷൂട്ട് ചെയ്യാൻ. പിന്നെ എപ്പോഴാണ് വിളിക്കുന്നത് നമുക്ക് അറിയില്ല. പിന്നെ തന്നെയല്ല ചെറിയ റോളല്ലായിരുന്നു, അപ്പൊ അത്ര വലിയ ഇതില്ലായിരുന്നു. അപ്പൊ അവര് വിളിച്ചപ്പോൾ ഐ വാസ് നോട്ട് അവൈലബിൾ. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ആ സിനിമ ഇറങ്ങി റിലീസ് ആയത് എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞാൻ ചേട്ടാ സൂപ്പർ ലീഗ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞു. അപ്പം അടുത്ത വർഷം എപ്പോഴേ ബേസിലേട്ടനൊക്കെ ഉണ്ടല്ലോ ഇപ്പുറത്ത്, അപ്പൊ അതുപോലെ കണ്ണൂരിനെയൊക്കെ ഒന്ന് ഓണറായി നിൽക്കണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അത് പൈസ ഒന്നും കൊടുക്കണ്ടെന്നോ, നല്ല ഓണറാവാൻ വേണ്ടിട്ട്. പൈസ ഇട്ടിട്ട് ഓണറാവാം, ചില മുതലാളിമാർക്ക് നമ്മളെ കൂടെ വേണമെങ്കിൽ നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടിമയെ പോലെ അവൻ അടിമയായിരിക്കും അവിടെ. അവൻ എന്തായാലും പൈസ കിട്ടൂല, കയ്യിൽ നിന്ന് പൈസ 10 പൈസ അവൻ അപ്പൊ അടിമയാ. സ്വന്തം നാടിന് വേണ്ടി അങ്ങനെ നിൽക്കാൻ താല്പര്യമുണ്ടോ? സ്വന്തം നാടിന്റെ ഒരു ടീം അടുത്ത ഞാൻ രാജ്യത്തിന് വേണ്ടി നിൽക്കും. അപ്പോഴാ എന്തിനു വേണ്ടി നിൽക്കണം പറഞ്ഞാ വരെ. കണ്ണൂർ പക്ഷേ പൈസ വാങ്ങി നിൽക്കും, വേണമെങ്കിൽ കളിക്കുകയും ചെയ്യും വേണ്ടി വന്ന. ഈ സന്ദേശം എപ്പോഴും ചർച്ചയാവുന്നതാണല്ലോ. അപ്പൊ ഇപ്പോഴും അടുത്ത് ഞാനൊരു ചർച്ച സന്ദേശത്തിനെ പറ്റി കണ്ടു. പണ്ട് ശ്യാം പുഷ്കരൻ പറഞ്ഞൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് നമ്മൾ റീലിലൊക്കെ വന്നുകൊണ്ടിരിക്കും. അന്ന് പുള്ളി അതിലൊരു സന്ദേശത്തിൽ വലിയ സന്ദേശം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള പറഞ്ഞു. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ മോശമാക്കിയിട്ട് അതിൽ ചിത്രീകരിച്ചെന്നൊക്കെ പറയുന്നുണ്ടായല്ലോ. എപ്പോഴും ശ്രീനിവാസൻ സാറിന്റെ പൊളിറ്റിക്സ് അങ്ങനെ ഓൺ റെക്കോർഡ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെ. അതൊരു ഇന്റർവ്യൂല് കുറച്ച് വർഷങ്ങൾ മുമ്പ് വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ടെന്നുള്ള രീതിയിലാണ്. ഞാൻ ശ്യാമേട്ടനോട് അന്ന് സംസാരിച്ചപ്പോ അവരത് വേറെ രീതിയിലൊക്കെ അങ്ങനെ എന്തോ ശ്യാമേട്ടൻ എന്നോട് ഞങ്ങൾ അന്ന് ഞാൻ ശ്യാമേട്ടനോട് അതിനെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷെ അന്ന് സംസാരിച്ച ദിവസം ഞങ്ങള് വേറെ രീതിയിലായിരുന്നു, പെർസ്പെക്റ്റീവിലായിരുന്നു. എന്താ പറഞ്ഞത് എനിക്ക് മറന്നു. അല്ല, ഞാൻ ചോദിക്കാൻ വന്നപ്പോൾ അന്ന് തൊട്ടേ ഇപ്പൊ ഞാൻ മുമ്പുള്ളവർ പറഞ്ഞു കേൾക്കാറുണ്ട് ശ്രീനിവാസൻ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് തുടക്കത്തിലും, പിന്നീട് അത് മാറിയും വന്നില്ല. എപ്പോഴും പുള്ളിയുടെ ഒരു രാഷ്ട്രീയം ചർച്ചയാണല്ലോ, രാഷ്ട്രീയവാദിയാണ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ധ്യാൻ ചേട്ടൻ കണ്ടു വളർന്ന ഒരാളെന്നുള്ള രീതി പുള്ളിയുടെ ഒരു രാഷ്ട്രീയം എന്തായിരുന്നു? പുള്ളിയുടെ രാഷ്ട്രീയമൊക്കെ പുള്ളി പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പുള്ളി ABVPക്ക് വേണ്ടിയിട്ട് കോളേജ് ലെവലിൽ മത്സരിച്ച് തോറ്റുപോയതാ അന്ന്. പിന്നെ ഗ്രാൻഡ് ഫാദർ ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ജനിച്ചു വളർന്ന നാടും ഇതൊക്കെ കൂടുതലും എല്ലാവരും എല്ലാം പാർട്ടി ഗ്രാമങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങൾ, പാർട്ടി ഗ്രാമങ്ങളാണ്.
അമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു. അപ്പം ഒരു മിക്സഡ് ഇതിലായിരുന്നു പുള്ളി വളർന്നതും. പുള്ളിയുടെ സാഹചര്യം, അമ്മയുടെ ആൾക്കാരൊക്കെ കോൺഗ്രസ്സുകാർ, അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാർ. പുള്ളി ശാഖയിലൊക്കെ പോയി ഇതൊക്കെ നിന്ന ആൾ അച്ഛൻ ആ സമയത്ത് ABVPക്കും. അച്ഛൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു വാജ്പേയി ഒക്കെ ആയിട്ട് ആ സമയത്ത് ലേറ്റ് 60s അവർ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് കേരളത്തിലൊക്കെ വന്ന സമയത്ത് അച്ഛൻ പോയി മീറ്റ് ചെയ്യുന്നു, അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പം പുള്ളി ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാലം കഴിയും തോറും നമ്മളുടെ രാഷ്ട്രീയം ആക്ച്വലി പലതും മാറി മാറി വരില്ലേ. അപ്പം അതുപോലെ പുള്ളി പൊളിറ്റിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവസ്ഥയിലായിരിക്കും. പക്ഷേ ബേസിക്കലി പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാണെന്നല്ല, കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പുള്ളി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ലീഡേഴ്സിനോടാണ് അല്ലെങ്കിൽ എതിർപ്പുണ്ടായിട്ടുള്ളതും പുള്ളിയുടെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുള്ളത് പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പുള്ളി അന്നും ഇന്നും എൻ്റെ അറിവിൽ കമ്മ്യൂണിസ്റ്റ് ആണ് ആശയപരമായി. പ്രശാന്ത് ഏട്ടൻ പണിയിലെ കുരുവിഴ എന്ന് പറയുന്ന റോൾ ഇതുവരെ ചെയ്തതിൽ വ്യത്യസ്തമായ ഒന്നായിരുന്നു. പ്രശാന്ത് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ളതിലൊക്കെ ഒരു സംശയം, ഇയാൾ എന്ത് ചെയ്യും. ഇപ്പം സൂപ്പർ സെബാസ്റ്റ്യൻ വന്നപ്പോൾ പോലും ഇയാൾ നല്ലവനാണോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് പക്ഷേ ടോട്ടലി ഈ ഗ്യാങ്ങിലെ ഏറ്റവും പാവത്താനാണ്, അയാൾക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു പേടിയുണ്ട്. ഇപ്പം അമ്മായിയമ്മ പോലും മോനേക്കാൾ അടുത്ത് നിൽക്കുന്ന സീമ ചേച്ചിയുടെ ക്യാരക്ടറായിട്ട് ഒരു അടുപ്പം ഇയാൾക്കാണ്. അപ്പം ഇത്തവണ ഈ ഒരു ക്യാരക്ടർ ചോദിച്ചേട്ടൻ തന്നപ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? അതിനകത്ത് നമുക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം, അതിൽ സ്കോർ ചെയ്യാൻ സാധ്യതയുള്ള വേഷങ്ങൾ മറ്റ് എനിക്ക് ഏറ്റവും ഉറപ്പായിരുന്നു സാഗരൻ ജുനൈസിൻ്റെ ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് സിനിമ കഴിയുമ്പോൾ ആൾക്കാർ മോനെ പൊളിച്ചു എന്ന് പറയാൻ പോകുന്ന ക്യാരക്ടർ. പിന്നെ ഡേവിയുടെ ക്യാരക്ടർ, ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഈവൻ ഗിരി പോലും, ജോജുവിൻ്റെ ക്യാരക്ടർ പോലും ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നായകനായതുകൊണ്ട് മാത്രം ആണ് ജോജുവിൻ്റെ ക്യാരക്ടറിന് ആ ഒരു സംഭവമുണ്ട്. ബാക്കി ഈ 3 ക്യാരക്ടേഴ്സാണ് ഒരു സ്ക്രീൻ പ്ലേ കേൾക്കുമ്പം തകർക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് തോന്നും. എൻ്റെ ക്യാരക്ടറിലേക്ക് എത്തിയപ്പം ജോജു വിളിക്കുമ്പോൾ എന്തായാലും എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം സുഹൃത്ത് ബന്ധമുണ്ട്, അവൻ വിളിച്ചത് തന്നെ വലിയ കാര്യം. പിന്നെ പണി ഇങ്ങനെ നല്ല റെസ്പോൺസ് ഒക്കെ വന്ന് ഇങ്ങനെ നല്ലതാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരെ 2 ചേരിയാവുന്ന ഒരു അവസ്ഥ ആ ഒരു വിവാദത്തിലുണ്ടായി. പക്ഷെ സിനിമയെ പറ്റി ഒറ്റ ചേരിയുള്ളൂ. എല്ലാരും പറയാം സിനിമ ശരിയാണ്, പക്ഷെ ഈ വിഷയത്തിനോട് റിയാക്ട് ചെയ്ത് ശരിയായില്ല എന്നുള്ള 2 പക്ഷമേ ഉള്ളൂ. പ്രശാന്തേട്ടന്റെ പക്ഷം എന്താ അതില്? ആ ഒരു വിഷയത്തിൽ അത് ഇത്രയും ഒക്കെ വലുതാവേണ്ടിയിരുന്നോ? ഇത് നമ്മൾ ഒരു കോൺവെർസേഷൻ്റെ പകുതിക്കുന്ന് തുടങ്ങി തീരുന്ന വരെയാണ് കേട്ടേക്കുന്നത്. ഇതിന് മുമ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയത്തില്ല. നമ്മൾ കേട്ട കോൺവെർസേഷൻ അത്രയേ ഉള്ളൂ. ഇതിന് മുമ്പ് ഫോൺ കോളുകൾ ഉണ്ടായിട്ടുണ്ട്, ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ജോജുവിനെ സംബന്ധിച്ച് ജോജുവിൻ്റെ ജീവിതം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ചെയ്ത സിനിമയാണ്. കാരണം അവൻ പറയടാ ഇത് പൊളിഞ്ഞാൽ ഞാൻ തീർന്നു, എൻ്റെ എല്ലാം പോവും, എൻ്റെ വണ്ടികൾ, എൻ്റെ വീട്, എൻ്റെ കുടുംബം എല്ലാം. അങ്ങനെ നിൽക്കുന്നൊരു മനുഷ്യന് ചിലപ്പോൾ ഇതിൻ്റെ യുക്തിയും ലോജിക്കും കോമൺ സെൻസും വെച്ച് ചിലപ്പോൾ പെരുമാറാൻ പറ്റിയെന്ന് വരത്തില്ല. ആക്ച്വലി ഇയാൾ ഒരു സ്പോയിലർ ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു ആ റിവ്യൂവിന്. കാരണം റിവ്യൂ ആർക്കും പറയാം. പക്ഷെ അതിൻ്റെ മുകളിൽ സിനിമയിലെ സീനുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള എഴുത്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്പോയിലർ വെക്കുക എന്നുള്ളതൊരു മാന്യതയാണ്. അയാൾ റിസർച്ച് വിദ്യാർത്ഥിയൊക്കെ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനുള്ള ബോധവുമുണ്ട്. അപ്പോൾ അയാൾ അത് വെക്കാതിരുന്നതിൻ്റെ പിന്നിൽ അയാൾക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിൽ പോയി നമ്മൾ വീഴേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ജോജുവിൻ്റെ മാനസികാവസ്ഥയിൽ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ മാന്യമായി വളരെ നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങിയതായിരിക്കാം. ഏതെങ്കിലും പോയിന്റിൽ ട്രിഗർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, റോങ് ആയിട്ടുണ്ടാവാം. നമ്മൾ കേട്ടൊരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അത് 2 ആൾക്കാർ തമ്മിലുള്ള ഒരു പേഴ്സണൽ കോൺവെർസേഷനാണ്. അതിനെ എടുത്ത് പബ്ലിക് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ജോജുവിന് അതിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യാം. അതൊരു പബ്ലിക് ഫോറത്തിൽ ഇട്ടൊരു സാധനത്തിന് ഒരു പബ്ലിക് ഫോറത്തിൽ കമൻറ്റ് ചെയ്യാം. പക്ഷെ നേരിട്ട് വിളിച്ച് സംസാരിക്കുമ്പം ഇറ്റ് ഈസ് എ പേഴ്സണൽ കോൺവെർസേഷൻ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം തമാശയാണെങ്കിലും എന്താണെങ്കിലും ഞാനത് പബ്ലിക് ആക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു അനുവാദം ചോദിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഞാനത് അനുവാദം ചോദിക്കാതെ പബ്ലിക് ആക്കിയെങ്കിൽ എൻ്റെ കോൺവെർസേഷനിൽ തന്നെ എനിക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്, നിങ്ങളെ കൊണ്ട് വേണ്ടാത്ത ചില പറയിപ്പിക്കുക എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതിൽ പുള്ളി പെട്ടുപോയി. പിന്നെ അതൊക്കെ സ്വാഭാവികം. അതൊരു ഓളത്തിൽ കുറച്ച് സമയം അത് ഓടും, അടുത്ത വിഷയം വരുമ്പോൾ അടുത്തതിലേക്ക് കയറും, അതങ്ങനെ പൊക്കോളും. ഫൈനലി ഷജോൺ ചേട്ടാ, നല്ലൊരു പാട്ട് കോമഡി സ്റ്റാർസിന്റെ ഏഷ്യാനെറ്റിൽ നിങ്ങളൊരു ടീമിന്റെ കേട്ടിട്ടുണ്ടായിരുന്നു. പാട്ടുകാരാന്ന് അറിയാമെങ്കിൽ ഇത്ര ഗംഭീരമായി ഇവര് ഇത്രയും പേര് നിരന്നിരുന്ന് പാടുക പറയുന്ന ഒരു ഭയങ്കര കൗതുകമായിരുന്നു. എത്രയോ റിപ്പീറ്റ് അത് കേട്ടിട്ടുണ്ടായി. എങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തെടുക്കണേ? അല്ല, അതാ ഏഷ്യാനെറ്റ് ഷോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ്. നമ്മൾ മിമിക്രിക്കാർ, എനിക്കൊന്നും ഒരുമാതിരി മിമിക്രിക്കാരെല്ലാം അത്യാവശ്യം പാടുന്നവരാണ്. അപ്പം നാഷിക്കായിരുന്നു ആ സോങ്ങിൻ്റെ അതെല്ലാം നോക്കിയത്.
ഇപ്പം നാഷിക തന്നെ സെലക്ട് ചെയ്ത പാട്ടുകളാണ്. അപ്പം നാഷിക തന്നെ ഞങ്ങളെ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് പാടിയതാണ്. അപ്പം അങ്ങനെയാണ് ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നുണ്ട് ആ പാട്ടുകളെക്കുറിച്ച്. ഒരു പാട്ട് പാടി വൈൻഡപ്പ് ചെയ്താലോ? ഈ പാട്ട് പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഇത് ബുദ്ധിമുട്ടാണ്. തന്നെ ഇപ്പൊ എല്ലാ സ്റ്റേജിലും പറയാം, പുള്ളി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ. അത് ആദ്യത്തെ എളിമ ഞാൻ ഒന്നുകൂടെ നിർബന്ധിക്കണം. ഒന്നുകൂടെ നിർബന്ധിച്ചിരുന്നു. ആ പാട്ടല്ല, വേറൊരു പാട്ട് ഞാൻ പാടാം. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, സൂത്രധാരൻ്റെ പാട്ടാണത്. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു വെറുതെ, മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. പഠിച്ചിട്ടുണ്ട്. എവിടുന്നോ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പാടുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇത് ഡെയിലി സാധകം കുറച്ച് മുൻപ് 2 മിനിറ്റ് മുമ്പ് സാധകം ചെയ്തു. സംശയം, നിങ്ങളിത് പ്ലാൻ ചെയ്ത് വന്നതല്ലോ അല്ലേ? ഷാജൻ തന്നെ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ. ആ ഇവന്റ് നടന്നതുകൊണ്ട് അടിപൊളി. ഈ ഒരു കാര്യത്തിനേ ഉള്ളു എനിക്ക് അസൂയ. ഈ ഒരു കാര്യത്തിന് അഭിനയത്തിന്റെ അപ്പൊ താങ്ക് യു സോ മച്ച്. ഐഡിക്ക് ആശംസകൾ. താങ്ക് യു സോ മച്ച്. ഓ, ഐഡിന്റെ കാര്യത്തിന് മാത്രമല്ല